ഹായ് ഓൾ, SSCG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറ്റ് ഹിസ്റ്ററിയുടെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. മുന്നേ ചെയ്തിട്ടുള്ളത് പോലെ തന്നെയാണ്. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് സെറ്റ് എക്സാം എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ജനറലിൻ്റെയും സെറ്റ് ഹിസ്റ്ററിയുടെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇനി നമ്മുടെ പെയ്ഡ് കോഴ്സിന്, അതായത് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു വാട്സപ്പ് ക്ലാസ് ആണ്. വാട്സാപ്പിൽ ഓഡിയോ ക്ലാസ്സുകൾ അതിൻ്റെ PDF നോട്ട്സാണ്. അപ്പോൾ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ആവശ്യമുള്ളവർ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ചെറിയൊരു എമൗണ്ടിനാണ് ക്ലാസ് അവൈലബിൾ ആക്കുന്നത്. ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. നേരെ ചോദ്യത്തിലോട്ട് പോകാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുത്. The phrase collective consciousness in social research was introduced by Kilson, Mark Bloch, Andre and Emily Durkheim. ആരാണ് ദ ഫ്രേസ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഇൻ സോഷ്യൽ റിസർച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്? അത് ഏതാണ്? എമിൽ ടർക്കീമാണ് ഇതിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഇൻ സോഷ്യൽ റിസർച്ച് എന്നുള്ള ടേം സോഷ്യൽ റിസർച്ചിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രേസ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്നുള്ള ഫ്രേസ് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? അതായത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. ഓക്കെ, അപ്പോൾ തെറ്റായത് മാത്രം നമ്മൾ കണ്ടുപിടിക്കുക. ദിയോബന്ദ് സ്കൂള് സെയ്ദ് അഹമ്മദ് മദനി, മജ്ലിസി അഹ്റാർ മൗലാന ആസാദ്, കക്സാർ ഇനായത്തുള്ള മഷ്രിഖി, ഖുദായ് ഖിദ്മത്ഗാർ അബ്ദുൽ ഗാഫർ ഖാൻ. ഇതിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് നാല് എന്നുള്ള ഓപ്ഷൻ നമുക്കറിയാം. ഖുദായ് ഖിദ്മത്ഗാർ എന്താണ്? അബ്ദുൽ ഗാഫർ ഖാൻ തന്നെയാണ്. അതുകൊണ്ട് അത് ശരിയാണ്. നമ്മളോട് ചോദിച്ചത് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിട്ടുള്ളത്, തെറ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ എ ഏതാണ്? 1 എന്നുള്ളത്. ദിയോബന്ദ് സ്കൂൾ സെയ്ദ് അഹമ്മദ് മദനി എന്നുള്ളതാണ് എന്തായിട്ട് വരുന്നത്? തെറ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് ദിയോബന്ദ് സ്കൂള് സെയ്ദ് അഹമ്മദ് മദനി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബാക്കി 3 മജ്ലിസി അഹ്റാർ മൗലാന ആസാദിൻ്റെയാണ്. മജ്ലിസി അഹ്റാർ, ഖക്സാർ ഇനായത്തുള്ള മഷ്രിഖിയാണ്, ഖുദായ് ഖിദ്മത്ഗാർ. ഓക്കെ, അപ്പോൾ ദിയോബന്ദ് സ്കൂളിൻ്റെ ഫൗണ്ടർ സെയ്ദ് അഹമ്മദ് മദനി അല്ല. അതുകൊണ്ട് തന്നെ ഇതാണ് ഇവിടെ നോട്ട് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, മജ്ലിസി അഹ്റാർ മൗലാന ആസാദാണ്, ഖക്സാർ ഇനായത്തുള്ള മഷ്രിഖിയാണ്, ഖുദായ് ഖിദ്മത്ഗാർ അബ്ദുൽ ഗാഫർ ഖാൻ തന്നെയാണ്. നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിൽ നമ്മൾ പഠിക്കുന്ന ആരാണ്? അബ്ദുൽ ഗാഫർ ഖാൻ അല്ലേ? അബ്ദുൽ ഗാഫർ ഖാൻ ഖുദായ് ഖിദ്മത്ഗാറാണ്. ഓക്കെ, നെക്സ്റ്റ്, ബ്ലാക്ക് ഹോൾ ട്രാജഡി ഹാപ്പൻഡ് ഇൻ ദ ഇയർ. ബ്ലാക്ക് ഹോൾ ട്രാജഡി നടന്ന വർഷം 1757, 1756, 1784, 1773. ഈ 4 വർഷങ്ങളും, ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള 4 വർഷങ്ങളും ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്. അപ്പോൾ ഇതിൽ എന്താണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി? ബ്ലാക്ക് ഹോൾ ട്രാജഡി കൽക്കട്ടയിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പം ഇത് നടന്ന വർഷം 1756 ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1756 ജൂൺ 20 1756 ജൂൺ 20 എന്ത് നടന്നിട്ടുള്ളത്? ബ്ലാക്ക് ഹോൾ ട്രാജഡി നടന്നിട്ടുള്ളത്. എവിടെയാണ്? കൽക്കട്ടയിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. ഒരുപാട് യൂറോപ്യൻസിനെ തടവിലാക്കപ്പെടുകയും ഒരുപാട് പേര് മരണപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ഓഫ് കൽക്കട്ട എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി 1757 പ്രത്യേകത എന്താണ്? 1757 എന്താണ് ഇമ്പോർട്ടൻസ്? ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നിട്ടുള്ളത്, അല്ലെ? പ്ലാസി യുദ്ധം നടന്ന വർഷമാണ് 1757. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിക്കാൻ കാരണമായിട്ടുള്ള യുദ്ധമാണ് 1750. ഇപ്പോൾ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഭരണം, അല്ലേ? 1757 പ്ലാസി യുദ്ധം. അതുപോലെ 1784 പ്രത്യേകത എന്താണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഏതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നത്? പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നത് 1784 അല്ലേ? കമ്പനിയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റെഗുലേഷനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ബോർഡ് ഓഫ് കൺട്രോളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്ന 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. അതുപോലെ 1773 എന്താണ് പ്രത്യേകത?
1773 ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എന്താണ് സംഭവിച്ചത്? 1773 ഇതുപോലെ ഒരു റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവന്നിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന്, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണവുമായി റെഗുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 1773 എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ഒരു റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് റെഗുലേഷൻസ് 1793 റെഗുലേറ്റിംഗ് ആക്ട് വന്നിട്ടുണ്ട്. 1773 റെഗുലേറ്റിംഗ് ആക്ട് വന്നിട്ടുണ്ട്. 1793 ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1793 റെഗുലേറ്റിംഗ് ആക്ട് വന്നിട്ടുണ്ട്. 1793 വരുന്നുണ്ട്. അതുപോലെ 1813 വരുന്നുണ്ട്. 1833 വരുന്നുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും മുന്നൊരു എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര റെഗുലേറ്റിംഗ് ആക്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 1773 ഒന്ന്, 1793 ഒരു റെഗുലേറ്റിംഗ് ആക്ട്, 1813 1833 1793 മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടല്ലോ. എന്താണ്? പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. ലോർഡ് കോൺവാലിസ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് കൊണ്ടുവന്നത് 1793 1813 റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡിലുള്ള മോണോപ്പൊളി അവസാനിപ്പിക്കുകയും ചൈനയുമായിട്ടുള്ള ടീ അല്ലെങ്കിൽ തേയിലയിൽ മാത്രം അവർക്ക് മോണോപ്പൊളി നിലനിർത്തുകയും ചെയ്തു. ഓക്കെ, അതാണ് 1830. അതുമാത്രമല്ല, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് 1 ലക്ഷം മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മിഷനറീസിന് ഇന്ത്യയിലേക്ക് വരാൻ ഉള്ള അനുവാദം നൽകുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അനുവാദം നൽകുകയും ചെയ്തിട്ടുള്ള റെഗുലേറ്റിംഗ് ആക്ട് കൂടിയാണ് 1813 റെഗുലേറ്റിംഗ് ആക്ട്. ഓക്കെ, അപ്പം 1833, 1793, 1773 ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ്, സർ റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ് ബൈ ലോർഡ് ലിറ്റൺ. ആരാണ്? ലോർഡ് ലിറ്റൻ്റെ സമയത്ത്, അല്ലെ, മോസ്റ്റ് റിയാക്ഷണറി വൈസ്രോയി ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ലോർഡ് ലിറ്റൻ്റെ സമയത്ത് ടു സ്റ്റഡി ആൻഡ് സബ്മിറ്റ് റിപ്പോർട്ട് ഓൺ റെയിൽവേ സിസ്റ്റം, എഡ്യൂക്കേഷൻ, ഫാമിൻ, റവന്യൂ സിസ്റ്റം. അപ്പോൾ റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ ലോർഡ് ലിറ്റൻ്റെ സമയത്താണ്, അദ്ദേഹമാണ് ഈ കമ്മീഷനെ നിയമിക്കുന്നത്. അപ്പോൾ എന്തിനെക്കുറിച്ച് പഠിക്കാനായിരുന്നു? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, അല്ലേ, ഫാമിൻ കമ്മീഷനാണ്. ക്ഷാമത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ലോർഡ് ലിറ്റൻ്റെ സമയത്ത് റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ നമ്മൾ ഫാമിൻ കമ്മീഷൻ എന്നാണ് പഠിക്കുന്നത്. അപ്പോയിൻറ്റ് ചെയ്തത് ആരാണ്? ലോർഡ് ലിറ്റൺ, ദ മോസ്റ്റ് റിയാക്ഷണറി വൈസ്രോയി ഇൻ ഇന്ത്യ. വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് ആരാണ്? ലോർഡ് ലിറ്റൺ ആണ്, അല്ലേ. വെർണാക്കുലർ പ്രസ് ആക്ട്, ആംസ് ആക്ട് ഒക്കെ കൊണ്ടുവന്നത് ലോർഡ് ലിറ്റൺ ആണ്. അപ്പോൾ ഈ ഒരു വെർണാക്കുലർ പ്രസ് ആക്ട് റിപ്പീൽ ചെയ്തത്, ഒഴിവാക്കിയത് ആരുടെ സമയത്തായിരുന്നു? ലോർഡ് റിപ്പണിൻ്റെ സമയത്താണ്. ഓക്കെ, ലോർഡ് റിപ്പണിൻ്റെ സമയത്താണ്. അതുപോലെ ലോർഡ് റിപ്പണിൻ്റെ പ്രത്യേകത എന്താണ്? ലോർഡ് റിപ്പൺ ഈ വെർണാക്കുലർ പ്രസ് ആക്ട് റിപ്പീൽ ചെയ്തു, ഒഴിവാക്കി. അതുപോലെ ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ ആണ്. അപ്പം ഈ വൈസ്രോയ്മാരെ കുറിച്ച് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 4-5 ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇവരെ കുറിച്ചിട്ട്. അപ്പോൾ കാരണം ഈ ഓരോ വൈസ്രോയ്സിൻ്റെ സമയവും നമ്മൾ കാലഘട്ടം പഠിക്കുമ്പോൾ അന്നുണ്ടായിട്ടുള്ള പ്രധാന സംഭവങ്ങളും ആക്റ്റുകളും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ഫാക്ടറി ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി ആക്ട് കൊണ്ടുവന്നത് എന്നാണ്? 1871, 1891, 1901, 1881. ഫസ്റ്റ് ഫാക്ടറി ആക്ട് 1881 ലോർഡ് റിപ്പണിൻ്റെ സമയത്താണ്. നേരത്തെ പറഞ്ഞ ലോർഡ് റിപ്പണിൻ്റെ സമയത്താണ് ഇന്ത്യയിൽ ഫസ്റ്റ് ഫാക്ടറി ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്, 1881. അപ്പോൾ എന്താണ് ഫാക്ടറി ആക്ട്? അതായത് ഫാക്ടറി തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആക്ടുകളാണ് 1881. കുട്ടികളെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പണിയെടുപ്പിക്കരുത്, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ജോലി ടൈമുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ആദ്യത്തേത് 1881, രണ്ടാമത്തെ ഫാക്ടറി ആക്ട് 1891, അതുപോലെ മൂന്നാമത്തേത് 1911. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും പഠിച്ചിരിക്കുക. 1881 എന്ത് കൊണ്ടുവന്നത്? ഫസ്റ്റ് ഫാക്ടറി ആക്ട് എനാക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ദ ഫൗണ്ടർ ഓഫ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോർ ട്രേഡ് ഇൻ ഇന്ത്യ.
ട്രേഡിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആരാണ്? ഫ്രാങ്കോയിസ് മാർട്ടിൻ, ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട്, ഫ്രാങ്കോയിസ് കാരൻ, നിക്കോളാസ് ഫോക്കറ്റ്. ആരാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപകൻ? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ആരാണ്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് ആണ്. ആരാണ്? ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് ആണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപകൻ. ഓക്കെ, ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട്. നെക്സ്റ്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് അക്സെപ്റ്റഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ഇറ്റ്സ് സെഷൻ ഹെൽഡ് അറ്റ്. ഏത് സെഷനിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INCയുടെ ഏത് സെഷനിലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തത്? സൂറത്ത്, കൽക്കട്ട, നാഗ്പൂർ, ബോംബെ. 4 സെഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും ഏത് സെഷനിലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കോൺഗ്രസ് അക്സെപ്റ്റ് ചെയ്തത്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ സി. നമ്മൾ പഠിക്കാറുണ്ട് നാഗ്പൂർ സെഷനിലെ കോൺഗ്രസിൻ്റെ നാഗ്പൂർ സെഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ഒരു നാഗ്പൂർ സെഷനിൽ വെച്ചിട്ടാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നാഗ്പൂർ സെഷനിൽ വെച്ചിട്ടാണ് എന്താ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്? കോൺഗ്രസിൻ്റെ INCയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ INCയുടെ പ്രധാനപ്പെട്ട എല്ലാ സെഷൻസും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം. കാരണം തീർച്ചയായിട്ടും ഈ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നാഗ്പൂർ സെഷൻ നടന്നത് എന്നാണ്? ഡിസംബർ 1920 1920 അല്ലേ? ഇറ്റ് വാസ് ഡ്യൂറിങ് ദിസ് സെഷൻസ് ദാറ്റ് INC പാസ്ഡ് മെയിൻ റെസൊല്യൂഷൻ ഓൺ നോൺ കോപ്പറേഷൻ. ഓക്കെ, അതുപോലെ പ്രധാനപ്പെട്ട 1924 ബെൽഗാം സെഷനിലാണ് ഗാന്ധിജി INCയുടെ പ്രസിഡൻ്റ് ആകുന്നത്. 1924 ബെൽഗാം സെഷനിലാണ്. അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് 1938 എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ പ്രസിഡൻ്റ് ആകുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട INCയുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ് 1938. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. സുഭാഷ് ചന്ദ്ര ബോസ് SC ബോസ് ഇന്ത്യയുടെ INCയുടെ പ്രസിഡൻ്റ് ആകുന്ന സെഷൻ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതായിരുന്നു? ഞാൻ പറഞ്ഞത് 1938, 39 2 സെഷനിൽ അദ്ദേഹം പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അത് റിസൈൻ ചെയ്യുന്നുണ്ട്. ഹരിപുര സെഷൻ ആൻഡ് ത്രിപുരി സെഷൻ. ഹരിപുര സെഷനിലാണ് അദ്ദേഹം ഫസ്റ്റായിട്ട് INCയുടെ ഇലക്റ്റഡ് പ്രസിഡൻ്റ് ആകുന്നത്, അല്ലെ? തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റ്. ഹരിപുര സെഷൻ 1938. അതുപോലെ 1939 ത്രിപുരി സെഷനിലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പ്രസിഡൻ്റ് ആകുന്നുണ്ട്. ബട്ട് റിസൈൻഡ്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഗാന്ധിജിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അദ്ദേഹം റിസൈൻ ചെയ്യുകയും ഫോർവേഡ് ബ്ലോക്ക് 1939 കൽക്കട്ടയിൽ വെച്ചിട്ട് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞു വയ്ക്കുക. പ്രധാനപ്പെട്ട കറാച്ചി സെഷൻ, അതുപോലെ ലക്നൗ സെഷൻ, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ആ സെഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്ലാസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പ്രധാനപ്പെട്ട INC സെഷനും അതിൻ്റെ ലീഡേഴ്സും അതിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും വേണമെങ്കിൽ നമുക്കൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സഹോദരൻ അയ്യപ്പൻ സ്റ്റാർട്ടഡ് മിശ്ര ഭോജനം ഇൻ 1917. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഒന്ന് കേരള ഹിസ്റ്ററി നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. 20ഓളം ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരള ഹിസ്റ്ററി, കേരളത്തിലെ റെനൈസൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. കേരള ഹിസ്റ്ററി റെഫർ ചെയ്യാൻ നിങ്ങൾ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന ബുക്ക് നോക്കുന്നത് നന്നായിരിക്കും. സമയമുണ്ടെങ്കിൽ അത് നോക്കുക. അല്ലെങ്കിൽ അതിൻ്റെ മറ്റു നോട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വായിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതുപോലെ +1 +2 കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട 2 ചാപ്റ്റേഴ്സിൻ്റെ +2 ആ 2 ചാപ്റ്ററും കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നിങ്ങൾ നോക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഹിസ്റ്റോറിയൻസും അവരുടെ ഡെഫിനിഷൻസും അവരുടെ ബുക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവിടെ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. സഹോദരൻ അയ്യപ്പൻ സ്റ്റാർട്ടഡ് മിശ്രഭോജനം ഇൻ 1917 അറ്റ് വൈക്കം, വെങ്ങാനൂർ, ശിവഗിരി, ചെറായി. എവിടെ വെച്ചിട്ടാണ് സഹോദരൻ അയ്യപ്പന് മിശ്രഭോജനം സംഘടിപ്പിച്ചത് 1917?
ഏതാണ് ആൻസർ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഡി ആണല്ലേ. ഏതാണ്? ചെറായിൽ വെച്ചിട്ടാണ്. എവിടെയാണ്? ചെറായിൽ വെച്ചിട്ടാണ് മിശ്രഭോജനം 1917 സഹോദരൻ അയ്യപ്പൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മിശ്രഭോജനം, പന്തിഭോജനം, സമപന്തി ഭോജനം ഒക്കെ പല സാമൂഹ്യ പരിഷ്കർത്താക്കളും നടത്തിയിട്ടുണ്ട്. അതാരൊക്കെയാണെന്നും ഏതൊക്കെ വർഷങ്ങളിലാണെന്നും എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിൻ്റെ നോട്ട് എന്തായാലും +1 +2 ഹിസ്റ്ററി ചാപ്റ്ററിലുണ്ട്, കൂടാതെ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ ചാപ്റ്ററിലും ഉണ്ട്. അപ്പോൾ ആ ഭാഗം നന്നായിട്ട് നോക്കുക. Who among the following was not a member of State Reorganization Commission set up in 1953? 1953 സെറ്റപ്പ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ അംഗമല്ലാത്തത്? ഫസൽ അലി, KM പണിക്കർ, രാജേന്ദ്ര പ്രസാദ്, HN കുൻസ്രു. ആരാണ്? കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. രാജേന്ദ്ര പ്രസാദ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്നില്ല, മറിച്ച് ഫസൽ അലി. നമ്മൾ ഫസൽ അലി കമ്മീഷൻ എന്നാണ് പഠിക്കാറുള്ളത്. ഫസൽ അലി ആയിരുന്നു അതിന് പ്രസിഡന്റ്. അതുപോലെ KM പണിക്കരും HN കുൻസ്രുവും മറ്റ് 2 അംഗങ്ങളായിരുന്നു. ഫസൽ അലി ചെയർമാനായിട്ടുള്ള കമ്മീഷനാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ 1953. 1954 ഒരു ആക്ട് കൊണ്ടുവരികയും അതുപോലെ ഇതിനനുസരിച്ച് ഭാഷയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുകയും, അതുപോലെ ആദ്യമായിട്ട് അങ്ങനെ പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതായിരുന്നു? ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശാണ് അല്ലേ. ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ട് ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്ര രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട്, തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് നിരാഹാരം കിടന്ന് മരിച്ച അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തി ആരായിരുന്നു? പോറ്റി ശ്രീരാമലു. ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് കണക്ട് ചെയ്ത് പറയുന്നത്. ഇവിടെ KM പണിക്കരെ കുറിച്ച് മനസ്സിലാക്കുക. സർദാർ KM പണിക്കർ എന്ന് കേട്ടിട്ടുണ്ടാവും. പഴശ്ശിരാജയെക്കുറിച്ച് കേരളസിംഹം എന്ന കൃതി എഴുതിയത് KM പണിക്കരാണ് അല്ലേ. The largest mural painting in Kerala, ഗജേന്ദ്ര മോക്ഷം, ക്യാൻ ബി സീൻ അറ്റ് ദി പാലസ് ഓഫ്. ഏത് പാലസിലാണ് നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള മുരൽ പെയിൻറ്റിങ് ആയിട്ടുള്ള ഗജേന്ദ്ര മോക്ഷം കാണുന്നത്? പത്മനാഭപുരം, കൃഷ്ണപുരം, പൂഞ്ഞാറ്, ചിറക്കൽ. ഏത് പാലസിലാണ്? ഏത് കൊട്ടാരത്തിലാണ്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ബി ആണല്ലേ. കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് മുരൽ പെയിൻറ്റിങ് കാണാൻ സാധിക്കുന്നത്. എവിടെയാണ്? കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഗജേന്ദ്രമോക്ഷം കാണുന്നത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി ഡിഡ് ഇന്ത്യ ബോറോ ദ ഐഡിയ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്? ഫണ്ടമെൻ്റൽ റൈറ്റ് ഇന്ത്യ ബോറോ ചെയ്തത് എവിടെ നിന്നാണ്? USA, കാനഡ, റഷ്യ, ബ്രിട്ടൻ. എവിടെ നിന്നാണ്? USA നിന്നാണ് അല്ലേ. USA നിന്നാണ്. കാനഡയിൽ നിന്നും റഷ്യയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഇന്ത്യ പല കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടനിൽ നിന്ന് ഏതാണ്? പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് നമ്മൾ എടുത്തത് ബ്രിട്ടനിൽ നിന്നാണ് അല്ലേ. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് നമ്മൾ എടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. USA നിന്ന് ജുഡീഷ്യൽ റിവ്യൂ എടുത്തത് USA നിന്നാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുത്തത് USA നിന്നാണ്. അതുപോലെ റഷ്യയിൽ നിന്നും കാനഡയിൽ നിന്ന് നമ്മളെടുത്തത് ഏതാണ്? കാനഡയിൽ നിന്നും റഷ്യയിൽ നിന്നും നമ്മൾ അതുപോലെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, അതെപ്പോഴും ചോദിക്കാറുണ്ട്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അയർലാൻഡിൽ നിന്ന് നമ്മളെടുത്തത് ഏതാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലേ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റം നമ്മളെടുത്തത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. ഫെഡറൽ സിസ്റ്റം അല്ലേ, കാനഡയിൽ നിന്നാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഏതാണ്? എമർജൻസി പ്രൊവിഷൻസ് എടുത്തിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ പെയ്ഡ് കോഴ്സിന് ചെറിയൊരു എമൗണ്ടിലാണ് ക്ലാസ് കൊടുക്കുന്നത്. വാട്സപ്പ് ക്ലാസ് ആണ്, ഓഡിയോ ആൻഡ് PDF നോട്ടുകൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ഒരു നമ്പറിൽ, നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.